ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനും ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു മെയിലിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മെയിലെല്ലാമായിരിക്കും നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ടാവുക. ആക്ഷൻ റിക്വസ്റ്റഡ് സ്റ്റാൻഡ് ഔട്ട് ഫോർ പൊട്ടൻഷ്യലി മോർ ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് റവന്യൂ എല്ലാം കൂടുതലാക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വി ആർ ലോഞ്ചിങ് എ ന്യൂ ഫീച്ചർ ദാറ്റ് അലോസ് യു ടു ഷെയർ ചാനൽ ആൻഡ് ഓഡിയൻസ് ഡാറ്റ ടു പൊട്ടൻഷ്യലി ബി ഡിസ്കവേർഡ് ബൈ അഡ്വർടൈസേഴ്സ് ആൻഡ് ബ്രാൻഡ്സ് ഫോർ മോർ ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഹയർ റവന്യൂ ആഡ്സ്, ബ്രാൻഡ് ഡീൽസ് ആൻഡ് ഷോപ്പിംഗ് അഫിലിയേറ്റ്സ് ഓഫേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊന്നുമല്ല പറയുന്നത്, നമ്മുടെ ഈ ഒരു ചാനലിന്റെ അനലിറ്റിക്സ് എല്ലാം തന്നെ ഇതെല്ലാം അഡ്വർടൈസേഴ്സും അതുപോലെ ബ്രാൻഡുമായി എല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകളെ കുറിച്ചെല്ലാമാണ്. വൈ വി ആർ ഇൻട്രൊഡ്യൂസിങ് ദിസ് സെറ്റിംഗ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു സെറ്റിംഗ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റേഴ്സിന്റെ ഏണിങ്സ് എല്ലാം നല്ല രീതിയിലെല്ലാം ഇൻക്രീസ് ചെയ്യുന്നതിനെല്ലാം ഈ ഒരു സെറ്റിംഗ് എല്ലാം ഗുണം ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് ആർ സം പൊട്ടൻഷ്യൽ ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ വാട്ട് ഡാറ്റ വിൽ ബി ഷെയർഡ്. നമ്മുടെ ഈ ഒരു ചാനലിൽ ഏത് തരത്തിലുള്ള ഡാറ്റയെല്ലാമാണ് അഡ്വർടൈസേഴ്സും ബ്രാൻഡുമായെല്ലാം ഷെയർ ചെയ്യുന്നത്? ചാനൽ സ്റ്റാറ്റിറ്റിക്സ്, അതായത് ഇൻക്ലൂഡിങ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്, വ്യൂസ്, ലൈക്സ് ആൻഡ് കമൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഓഡിയൻസ് ബ്രേക്ക് ഡൗൺ, നമ്മുടെ ഈ ഒരു ഓഡിയൻസിൻ്റെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ അധികം ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നത്. അതുപോലെ ജിയോഗ്രാഫിക്സ്, എവിടെ നിന്നുള്ളവരാണ് കൂടുതലായി നമ്മുടെ ചാനൽ കാണുന്നത്, ഇത് അബ്രോഡ് നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ, ഇന്ത്യയിൽ നിന്ന് തന്നെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ഏതെല്ലാം സിറ്റികളിൽ നിന്നുള്ള വ്യൂസ് എല്ലാമാണ് കൂടുതലായി വന്നിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ഈ ഒരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഈ അനലറ്റിക്സ് കൂടി ഇതുപോലെ ബ്രാൻഡും അതുപോലെ നമ്മുടെ അഡ്വർടൈസേഴ്സുമായെല്ലാം ഷെയർ ചെയ്യുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏജ് റേഞ്ചസ്, അതായത് നമ്മുടെ വ്യൂവേഴ്സ് ഏത് തരത്തിലുള്ള ഏജിലുള്ളവരാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഏകദേശം 40 റേഞ്ചിലുള്ളവരാണ് കൂടുതലായി കാണുന്നത് എങ്കിൽ അഡ്വർടൈസ്മെന്റ് തരുന്നവർക്ക് അവർക്ക് ആ ഒരു 40 റേഞ്ചിൽ കൊടുക്കേണ്ട തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം തന്നെയാണ് കൂടുതലായി കൊടുക്കേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഏറ്റവും കൂടുതൽ 40 ഏജിലെല്ലാം തന്നെ കൂടുതൽ ആളുകളുള്ള ആ ഒരു ചാനലിലേക്കെല്ലാം ആയിരിക്കും കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഒരു ഏജ് റേഞ്ച് അറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് ആ ഒരു ഏജ് റേഞ്ചിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെന്റ് എല്ലാം നൽകുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുപോലെ നമുക്കും അത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് കൂടുതലായി വരാനെല്ലാം സാധ്യതയുണ്ട്. അതിനാൽ തന്നെയാണ് ഈ ഏജ് റേഞ്ച് എല്ലാം തന്നെ ഇതെല്ലാം അഡ്വർടൈസേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഇനി അതുപോലെ ഈ ഒരു ഷോപ്പിംഗ് പ്രോഗ്രാം പെർഫോമൻസ്, ഈ ഒരു ഡാറ്റയെല്ലാം തന്നെ അഡ്വർടൈസേഴ്സിനും ബ്രാൻഡിനും ഷെയർ ചെയ്യുക വഴി അതിനനുബന്ധമായ നല്ല നല്ല അഡ്വർടൈസ്മെന്റ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് വരുന്നതിനുള്ള ഇതിനുള്ള ചാൻസസ് എല്ലാം കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്കിത് റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ കൺഫേം യുവർ ചോയ്സ് എന്ന് കൊടുത്ത് നമുക്ക് ഇത് ഓക്കെ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു പേജിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡ് ഔട്ട് ടു അഡ്വർടൈസേഴ്സ്, ബ്രാൻഡ് ആൻഡ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഏൺ മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അലോ അഡ്വർടൈസേഴ്സ്, ബ്രാൻഡ്സ് ആൻഡ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ടു വ്യൂ ചാനൽ ഇൻസൈറ്റ്സ് ഫോർ ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫേം യുവർ ചോയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൺഫർമേഷൻ എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മൾ നമ്മുടെ ഈ അനലിറ്റിക്സ് എല്ലാം അവരുമായി ഷെയർ ചെയ്യാനുള്ള ഈ ഒരു പെർമിഷൻ എല്ലാം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇത്തരത്തിൽ മെയിലൊന്നും വന്നിട്ടില്ല എങ്കിൽ കൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ എൻ സ്ക്രീനിലെല്ലാം കൊടുക്കുന്നതാണ്. അതിനാൽ തന്നെ ആ ഒരു വീഡിയോയിൽ പോയി നിങ്ങൾക്ക് ഈ ഒരു മെയിൽ വരാത്തവർക്ക് അവർക്ക് ഈ ഒരു സെറ്റിംഗ് എല്ലാം എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്